സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ പല്ലിൻ്റെ പുളിപ്പ് ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രോബ്ലമാണ്. പലപ്പോഴും നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ പോലും പേഷ്യൻ്റ് ആദ്യം ചോദിക്കുക ഇതിന് ശേഷം പുളിപ്പുണ്ടാവോ എന്നുള്ളതാണ്. കാരണം അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് പല്ലിന് പുളിപ്പ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധിക്കാം. സെൻസിറ്റിവിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാണ്. മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളെ പല്ലിൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള എനാമലിന് വരുന്ന തേയ്മാനമാണ്. എനാമലിന് തേയ്മാനം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡെൻറ്റിൻ ലെയർ എക്സ്പോസ് ആവുകയും നമുക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. അതിന് മെയിനായിട്ട് വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്. ഹാർഡ് ബ്രഷ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. രണ്ടാമത്തെ റീസൺ നോർമൽ ബ്രഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അത് അധിക സമയം ബ്രഷ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് നല്ല പ്രഷറിൽ ബ്രഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ആസിഡിക് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ്, ഇപ്പോൾ സോഡ അല്ലെങ്കിൽ എല്ലാവിധ സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ വരുന്നൊരു റീസൺ നമുക്ക് ഹാർട്ട് ബേൺ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെഞ്ചിരിച്ചുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വയറിലെ ആസിഡ് വായിലെത്തുകയും അത് എനാമലിനെ പതിയെ തേയ്മാനം സംഭവിപ്പിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ജിഞ്ചൈവൽ റെസിഷൻ അല്ലെങ്കിൽ നമ്മുടെ മോണ കുറച്ച് ഉൾവലിയുക. അത് ഇങ്ങനെ ഉൾവലിയുന്ന സമയത്ത് പല്ലിൻ്റെ വേരിൻ്റെ ഭാഗം എക്സ്പോസ് ആവുകയും അങ്ങനെ നമുക്ക് പുളിപ്പ് വരാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ വരുന്നൊരു കാരണം നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള പല്ലിന് കേടോ അല്ലാന്നുണ്ടെങ്കിൽ പല്ലിന് ചെറിയ വിള്ളലുകൾ പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഉള്ളിലെ ഡെൻറ്റിൻ ലെയറിലേക്ക് ഫുഡും മറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമുക്ക് പുളിപ്പുണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ പലപ്പോഴും പേഷ്യൻസിന് അറിയാണ്ട് തന്നെ അവർ ചെയ്യുന്നൊരു കാര്യമായിരിക്കും രാത്രികളിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ പല്ല് അറിയാണ്ട് കടിച്ച് പിടിക്കുന്ന ഒരു സ്വഭാവം. ഇങ്ങനെ നമ്മൾ നല്ല പ്രഷറിൽ പല്ല് എപ്പോഴും കടിച്ച് പിടിക്കുമ്പോൾ ആ പല്ലിൻ്റെ ഔട്ടർ ലെയറിന് തേയ്മാനം വരികയും ഡെൻറ്റിൻ എക്സ്പോസ് ആയി വീണ്ടും നമുക്ക് പുളിപ്പും വേദനയൊക്കെ അനുഭവപ്പെടുന്നതാണ്.